നമസ്കാരം. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ യുദ്ധസമാനമായ നടപടികളിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം രാജ്യത്തുടനീളമുള്ള സർവകലാശാലകളെ നേരിട്ടത്. തന്റെ രണ്ടാം ഊഴം ആരംഭിച്ചത് മുതൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിരവധി കടുത്ത നടപടികളാണ് അമേരിക്കയിലെ സർവകലാശാലകളെ ഉന്നമിട്ട് ട്രംപ് സ്വീകരിച്ചു വരുന്നത്. നിലനിൽപ്പിനെ ഭയന്ന് സർവകലാശാലകൾക്ക് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയുടെ 2.3 ബില്യൺ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറച്ചതും ചർച്ചയാവുകയാണ്. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ സർവകലാശാല ഇപ്പോൾ ട്രംപ് ഭരണകൂടവുമായി നേർക്കുനേർ മത്സരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ഹാർവാർഡ് അധികൃതരും എടുത്തിരിക്കുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യമോ ഭരണഘടനാ അവകാശങ്ങളോ ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സർവകലാശാല കൈക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റുമാരെ അനുസരിച്ചാൽ മാത്രം ശീലിച്ച ഒരു സർവകലാശാല ഇപ്പോൾ രാജ്യത്തെ ഭരണാധികാരിയുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ ട്രംപ് രാജ്യത്ത് തീർത്ത കുടിയേറ്റ അടിച്ചമർത്തൽ ക്യാമ്പസുകളിൽ ഭയത്തിന്റെ ഒരു ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അടിച്ചമർത്തൽ ബോധം ആരോഗ്യകരമായ ഒരു സർവകലാശാലയെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിശാലമായ അന്തരീക്ഷത്തെ ഞെരുക്കുകയാണ് ചെയ്യുന്നത്. മികച്ച സ്കൂളുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ക്യാൻസർ, അൾഷിമേഴ്സ് തുടങ്ങിയ മാരക രോഗങ്ങളെ കുറിച്ചുള്ള രാജ്യത്തിന്റെ ലോകത്തെ മുൻനിര ശാസ്ത്ര വൈദ്യ ഗവേഷണങ്ങളെ കൂടിയാണ് അപകടത്തിലാക്കുന്നത്. ഇസ്രയേലിനെതിരായ ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികളെയും പങ്കെടുക്കാത്ത ചിലരെയും കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്ന് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നിയന്ത്രണങ്ങൾ ക്യാമ്പസുകളിൽ അടിച്ചമർത്തൽ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിറ്റ്ലറുടെ കാലം മുതൽ ഇത്തരം നടപടികൾ യൂണിവേഴ്സിറ്റികൾക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാനാകും. ഇതേ രീതികളുടെ ആവർത്തനമാണ് ട്രംപും നടപ്പിലാക്കി വരുന്നത്. വിവേചനപരമായ പ്രവർത്തനങ്ങളാണ് യൂണിവേഴ്സിറ്റികളുടേതെന്ന് ആരോപിച്ച് രാജ്യത്തെ 50ഓളം യൂണിവേഴ്സിറ്റികൾക്കെതിരെ അന്വേഷണം നടത്താൻ ട്രംപ് നിർദ്ദേശം നൽകിയതായിരുന്നു ആദ്യം സ്വീകരിച്ച നടപടി. മിഷിഗണിലെ ഗ്രാൻഡ് വാലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, മെസാച്യൂസെറ്റ്സിലെ ന്യൂ ഇംഗ്ലണ്ട് കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി തുടങ്ങിയ ചെറിയ പ്രാദേശിക സ്കൂളുകൾ മുതൽ ഇപ്പോൾ ഹാർവാർഡ്, യേൽ പോലുള്ള ഉന്നത സ്വകാര്യ സർവകലാശാലകൾ വരെ 50ലധികം സർവകലാശാലകളെയാണ് ട്രംപ് ഭരണകൂടം അന്വേഷണത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ഭരണത്തിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടൽ സർവകലാശാലകളെ ഭരണത്തിന്റെ സ്വാധീനത്തിലോ നിയന്ത്രണത്തിലോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. കോളേജ് ക്യാമ്പസുകളിലെ വിവേചനപരമായ DEI നയങ്ങൾ ഇല്ലാതാക്കാനും ജൂതവിരുദ്ധത ഇല്ലാതാക്കാനുമാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഫെഡറൽ ഫണ്ടിംഗ് ഉൾപ്പെടെ തടഞ്ഞുവെച്ചുകൊണ്ട് ഭരണകൂടം സർവകലാശാലകളോട് പ്രത്യയശാസ്ത്രപരമായി തങ്ങളോട് അനുഭാവം പുലർത്താനാണ് ആവശ്യപ്പെടുന്നത്. ട്രംപിന്റെ ആവശ്യങ്ങളോടുള്ള കൊളംബിയയുടെ പ്രതികരണം ചെറുത്തുനിൽപ്പ് അപകടമാണെന്ന സന്ദേശമാണ് നൽകുന്നത്. പെൻസിൽവാനിയ സർവകലാശാലയുടെ ട്രാൻസ്ജെൻഡർ നയങ്ങൾക്കെതിരെ, പ്രിൻസ്റ്റന്റെ കാലാവസ്ഥാ പരിപാടിക്കെതിരെ ജൂതവിരുദ്ധത ആരോപിച്ച് ഹാർവാർഡിനെതിരെ ഉൾപ്പെടെ ട്രംപ് ഭരണകൂടം ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹാർവാർഡ് പ്രസിഡന്റ് അലൻ ഗാർവർ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിക്കുകയാണ് ചെയ്തത്. പൗരസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള അവകാശം തുടങ്ങി സർവകലാശാലയുടെ 1ാം ഭേദഗതി അവകാശങ്ങളും ഫെഡറൽ അധികാരവും മറികടക്കുന്ന കാര്യങ്ങളാണ് തങ്ങളോട് ചെയ്യാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു ഗാർവർ തിരിച്ചടിച്ചത്.